ഹലോ, അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു മിനി വ്ളോഗായിട്ടാണ് വന്നത്, ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എനിക്കും അമ്മയ്ക്കും കൂടെ എറണാകുളത്ത് കൊച്ചിയിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. സഡൻ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് വന്നത്. മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എത്തുന്ന സമയത്ത് കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ അത്യാവശ്യം പർച്ചേസ് ചെയ്തു. അമ്മയ്ക്ക് അത്യാവശ്യമുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എൻ്റെത് ഓൾമോസ്റ്റ് ഞാനും പർച്ചേസ് ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള അൽഫാം മന്തിയായിരുന്നു. അതിന് കൂടെ മില്ലായ്മും കൂടെ കുടിച്ചു. മില്ലായ്മ കുടിക്കുന്ന സമയത്ത് ഞാൻ സ്വീറ്റ്നെസ് കുറച്ചിട്ടാണ് കുടിക്കാറുള്ളത്. അപ്പം നമ്മളെ ഹെൽത്ത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മില്ലായ്മ കുടിക്കുന്ന സമയത്ത് കുറച്ച് സ്വീറ്റ്നെസ് കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ആ ഒരു മിൻറ്റിൻ്റെ നമുക്ക് റിഫ്രഷ് കിട്ടണം എന്നൊക്കെ, നമുക്ക് ഹെൽത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ പിന്നെ മോളിലൊക്കെ പോയി പിന്നെ വീണ്ടും പർച്ചേസ് ചെയ്തു. ലിസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ പോവുക, നമുക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ കൊച്ചിയിൽ നമുക്ക് പോകാനുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കളക്ട് ചെയ്യാനാണ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ. ശരിക്കും ഓർണമെൻറ്റ്സ് കുറച്ച് വാങ്ങിച്ചു. പിന്നെ കുറച്ച് അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ചപ്പൽസ് ആദ്യമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പർച്ചേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോകാൻ നോക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പം ഞാൻ മോളിൽ പോയിട്ടുണ്ടെങ്കിലും ഐസ്ക്രീം കഴിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പം ഗൈസ്, എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിംഗ് ചെയ്താലും എനിക്ക് മടുക്കാത്തൊരു സംഭവമാണ്. ഒരു ബോറടി ഉണ്ടാവില്ല. അത് എൻ്റെ കാര്യത്തിന് മാത്രമല്ല കേട്ടോ ഗൈസ്. വേറെ ആരെങ്കിലും ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യത്തിന് പോകുമ്പോൾ എനിക്ക് ഒരു ബോറടി ഉണ്ടാവാറില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഞാനൊന്നും വാങ്ങിക്കാറില്ലെങ്കിലും എനിക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഷോപ്പിംഗ് ചെയ്യാറുള്ളത്. ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് എന്നെ ആരും പ്രഷർ ചെയ്യാറില്ല, നീ അത് തന്നെ എടുക്കണമെന്നൊന്നും പറഞ്ഞു. കാരണം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അതല്ല അവർ പറയുന്നത് ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാനത് വെറുതെ ആക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരും പ്രഷർ ചെയ്യല. നീ ഇഷ്ടമുള്ളത് എടുത്തിട്ട് സാവധാനം വന്നാൽ മതി എന്ന് പറയും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരേറ്റും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.